ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. വാരഫലം 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1201 കുംഭം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനമായ വിശേഷ ദിവസങ്ങൾ ഫെബ്രുവരി 22-ാം തീയതി അന്ന് ഷഷ്ടിയാണ്. ഷഷ്ടി തിഥി അന്ന് ആരംഭിക്കുന്നത് 11 മണി 10 മിനിറ്റിനാണ് ഷഷ്ടി തിഥി ആരംഭിക്കുന്നത്. ഫെബ്രുവരി 22-ാം തീയതി 11 മണി 10 മിനിറ്റിനാണ് ഷഷ്ടി തിഥി ആരംഭിക്കുന്നത്. എങ്കിലും ചില ക്ഷേത്രങ്ങളിൽ 22-ാം തീയതിയും മറ്റ് ചില ക്ഷേത്രങ്ങളിൽ 23-ാം തീയതിയും ഷഷ്ടി ആചരിക്കുന്നുണ്ട്. 23-ാം തീയതി രാവിലെ 9 മണി വരെയൊക്കെ ഷഷ്ടിയുണ്ട്. ഫെബ്രുവരി 23-ാം തീയതിയാണ് കുംഭഭരണി. കുംഭഭരണി വളരെ വിശേഷാൽ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ആചരിക്കുന്ന ഒരു കാര്യമാണ്. ഫെബ്രുവരി 24-ാം തീയതിയാണ് കിടങ്ങൂര് കൊടിയേറ്റ്. ഫെബ്രുവരി 27-ാം തീയതി ഏകാദശി വ്രതം എടുക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഒക്കെ വളരെ അഭിവൃദ്ധികൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മിഥുനം രാശിയിൽ വ്യാഴവും ചിങ്ങം രാശിയിൽ കേതുവും കുംഭത്തിൽ ശുക്രനും സർപ്പനും ആദിത്യനും ചൊവ്വായും ബുധനും, അങ്ങനെ 5 ഗ്രഹങ്ങളാണ് കുംഭൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു. പക്ഷബലം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ ഒരു പക്ഷബലം നന്നായി എന്ന് പറയാൻ പറ്റുകയില്ല എങ്കിലും പക്ഷബലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രൻ. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നുചേരും. അതായത് രാശിയിലേക്ക് അധിക പാപ ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് വളരെ ഒരു അനുഗ്രഹീതമാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒരു സഹായങ്ങളൊക്കെ കിട്ടുകയും അവസരോചിതമായി പ്രവർത്തിക്കുകയും വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതും നിമിത്തം വളരെ നല്ല അനുഭവങ്ങൾ ഏതൊരു വ്യക്തികൾക്കും കുടുംബപരമായിട്ടും സമൂഹത്തിലും ഒക്കെ വന്നു ചേരുവാൻ യോഗമുണ്ട്. എന്നിരുന്നാലും പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അത്ര അനുകൂലമല്ല. അധിക സമയം പഠനത്തിനായിട്ട് നീക്കിവെക്കുകയും ശ്രദ്ധയും അനിവാര്യമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. അലസത വെടിഞ്ഞ് പ്രവർത്തിക്കേണ്ടതാണ്. അതായത് അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് രാശിയിലേക്ക് അധിക പാവബന്ധങ്ങളൊന്നും ഇല്ല. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധയും ജാഗ്രതയും ഒക്കെ ഏത് കാര്യത്തിനും ആവശ്യമാണ്. അതായത് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ധനസ്ഥാനത്ത് പൂർണ്ണ ദൈവാധീനമുള്ളതിനാൽ തൊഴിൽ അഭിവൃദ്ധികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗങ്ങളും ഉണ്ടാകും. ഷെയർ മാർക്കറ്റിംഗ്, ബ്രോക്കറിംഗ് കാര്യങ്ങൾ, എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരും മറ്റ് വ്യാപാര വിപണന രംഗങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഒക്കെയാണ് കൂടുതൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകുന്നത്. ഏതെങ്കിലും തരത്തിൽ കുറിച്ചിട്ടി അടിക്കുകയോ കുറഞ്ഞ പലിശയ്ക്ക് ലോൺ കിട്ടുകയോ മറ്റ് ഏതെങ്കിലും തരത്തിൽ കുടുംബപരമായ സമ്പത്ത് വന്നു ചേരുവാനും ഒക്കെ ഈ ആഴ്ച യോഗം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം.
സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും ഉല്ലാസയാത്ര പോകുവാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ ഈ ആഴ്ച അവസരമുണ്ടായി. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. വളരെ നല്ല ഒരു ആഴ്ച. എങ്കിലും ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കണം. സാഹസികമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടുവാൻ പാടില്ല. സംസാരത്തിലായാലും പ്രവൃത്തി കൊണ്ടായാലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ബാധകമാണ്. കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു പോകുന്ന ഒരു ആഴ്ച കൂടിയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്ക് രാശിയിൽ അവിടെ വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ പൂർണ്ണമായ ദൈവാധീനമൊക്കെയുള്ള ആഴ്ചയാണ്. രാശിയിലേക്ക് അധിക പാപബന്ധങ്ങളില്ല. എന്നിരുന്നാലും രാഹു അങ്ങോട്ട് ദൃഷ്ടി ചെയ്യുന്നതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണങ്ങളിൽ അമിതമായ കെമിക്കൽ ചേർന്ന ഭക്ഷണങ്ങളും പഴകിയ ഭക്ഷണങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അത് ചില സന്ദർഭങ്ങളിലെങ്കിലും ശരീരത്തിന് ദോഷകരമായി ബാധിക്കുവാൻ സൂചനയുണ്ട്. സഹോദര സ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ചില അധിക ധനനഷ്ടങ്ങൾ വരുന്നതിനും ക്ലേശങ്ങൾ വരുന്നതിനും മനക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. ഈ നക്ഷത്രക്കാര് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ, അതായത് ജോലി കാര്യമായാലും പഠന കാര്യങ്ങളൊക്കെ ആയാലും നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും പരീക്ഷയൊക്കെ പാസ്സാകുന്നതിനും ഒക്കെ നല്ല അനുകൂലമാണ്. വിവേചന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഒക്കെ അവസരങ്ങൾ വന്നു. കണ്ടകശിനിയൊക്കെ ഉള്ളതിനാൽ തൊഴിൽ രംഗത്ത് അലസത വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം. തൊഴിൽപരമായ പുരോഗതികളൊക്കെ വന്നു ചെയ്യും. തൊഴിൽ സ്ഥാനാധിപന്റെയും പ്രവർത്തികാരകനായ ഗ്രഹത്തിൻ്റെയും ഒക്കെ സ്ഥിതി അപ്രകാരമാണ് കാണുന്നത്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4 പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ശ്രദ്ധ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. അതായത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തൊഴിൽപരമായ ചില പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായിട്ടോ ഇടപാടുകാരുമൊക്കെ ആയിട്ട് ഉണ്ടാകാതെ അങ്ങേയറ്റം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കടങ്ങളൊക്കെ വാങ്ങുന്നത് വളരെ ശ്രദ്ധിക്കുക. അധിക കടങ്ങളൊക്കെ ബാധ്യതകളിലൊക്കെ ഒപ്പുവയ്ക്കാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. കുടുംബത്തെ പൊതുവെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരുന്ന ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമാണ്. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവരും മറ്റ് ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും ഒക്കെ വിജയിക്കും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ വളരെ നല്ല ഒരു അനുഭവങ്ങളാണ് വന്നു ചേരുക. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യപരമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. അധികം തണുപ്പുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം. മനസ്സിന് ടെൻഷൻ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഇടപാടുകാരുമൊക്കെ ആയിട്ട് ഏത് കാര്യങ്ങൾ ഇടപെടുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർ, പ്രായമായിട്ടുള്ള ദമ്പതികളായാലും അടുത്ത കാലത്ത് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിച്ച ദമ്പതികളായാലും വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും അതുപോലെ എല്ലാ കാര്യത്തിലും ആലോചനയോടുകൂടിയ തീരുമാനങ്ങൾ എടുക്കുകയും
ജീവിത പങ്കാളിക്ക് വേണ്ടത്ര അവസരങ്ങൾ, അതായത് സ്നേഹവും അതുപോലെ തന്നെ അവരവരുടെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങൾ കൂടി കേട്ട് അറിഞ്ഞ് പ്രവർത്തിക്കാനൊക്കെ വളരെ ശ്രദ്ധിച്ചാൽ പിണക്കങ്ങളൊക്കെ ഒരു പരിധിവരെ ഒഴിവാകും. അത് പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വന്നു ചേരുന്ന ധനം വളരെ വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. ധന ആഗമനം, അതായത് ധനം വന്നു ചേരുവാനായിട്ട് ഉദ്ദേശിച്ച രീതിയിലുള്ള ധനം ഒരുപക്ഷെ ഈ ആഴ്ച ലഭിച്ചു എന്ന് വരികയില്ല. അധിക ചിലവുകൾ വന്നു ചേരുവാനും സൂചനയുണ്ട്. കുടുംബത്തെ പൊതുവെ സന്തോഷപരമായിട്ടും ഐശ്വര്യപൂർണമായിട്ടും സഹോദര സ്ഥാനീയരും മാതാപിതാക്കളും ഒക്കെ ഒത്തു ജീവിക്കുവാൻ കുടുംബത്തെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ല ഒരു ആഴ്ച. തൊഴിൽപരമായ അഭിവൃദ്ധികളും വന്നു ചേരും. തൊഴിൽപരമായിട്ട് പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്കോ പുതിയ ജോലിക്കായിട്ട് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കും അപ്പോയിൻമെൻ്റ് ഓർഡർ കാത്തിരിക്കുന്നവർക്കുമൊക്കെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടിയ നല്ല ജോലിയിൽ പ്രവേശിക്കുവാനും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനായിട്ടൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരും. നല്ല സുഹൃത്തുക്കളെ ലഭിക്കുകയും സഹോദര സ്ഥാനികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ചില സഹായങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാലും ഒക്കെ ഉണ്ടാകുന്നതിനും മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നതിനും അത് സന്താനങ്ങളെ കൊണ്ടും ദാമ്പത്യ ജീവിതത്തിലും ഒക്കെ വന്നു ചേരുവാനായിട്ട് ഭാഗ്യമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. കുടുംബത്തെ സമാധാനപരമായി ജീവിക്കുവാനായിട്ട് സാധിക്കും. ഗൃഹം പുതുക്കി പണിയുന്നതിനോ പുതിയ വാഹനം വന്നു ചേരുവാനുമൊക്കെ ഈ മാസം, ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. സ്വന്തമായിട്ട് വ്യാപാര വിപണന രംഗങ്ങളിൽ ഏർപ്പെടുന്നവർക്കും മറ്റ് ഓഫീസേഴ്സ് ആയിരിക്കുന്നവർക്കുമൊക്കെ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരാം. എന്നിരുന്നാലും കൊടുക്കൽ വാങ്ങൽ ഒക്കെ ചെയ്യുന്നവർക്കും അതിന് ചില വാക്ക് വ്യത്യാസങ്ങൾ കിട്ടാനുള്ളതിനും കൊടുക്കാനുള്ളതിനും ഒക്കെ വന്നു ചേരുവാനും മനക്ലേശം ഉണ്ടാകുവാനും സൂചനയുണ്ട്. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ഒരു ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നു ചേരുക. അതായത് കലാകാരന്മാരായിട്ടുള്ളവർക്ക്, അതുപോലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, സാഹിത്യരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് അവർക്കൊക്കെ സമൂഹത്തിൽ വെച്ച് ഒരു അംഗീകാരം, അതായത് സോഷ്യൽ മീഡിയ വഴിയും വാർത്താവിനിമയ രംഗങ്ങൾ വഴിയും ഒക്കെ ഒന്ന് പ്രസിദ്ധരാകുവാൻ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തികമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്തെ പൊതുവെ സമാധാനമുള്ള ആഴ്ച. വാഹന സംബന്ധമായിട്ടും മറ്റ് കൃഷി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്കും അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ അനുകൂലമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. എല്ലാ തരത്തിലും മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണം ഈ തുലാം രാശിക്കാർക്ക് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി ചെയ്യുന്നവർക്കാര പേപ്പറുകളൊക്കെ ശരിയാക്കാൻ ശ്രമിച്ച് നടക്കുന്നവർക്കും അത് അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാര് വളരെ ശ്രദ്ധ അനിവാര്യമാണ്. രാശിയിലേക്ക് അധിക ദോഷാവസ്ഥകൾ ഒന്നും തന്നെ ഇല്ല. എന്നിരുന്നാലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമാണ്. ദേഷ്യം പൊതുവെ വർദ്ധിക്കുന്നതിനും സംസാരത്തിൽ കാഠിന്യം വർദ്ധിക്കുവാനൊക്കെ സൂചനയുള്ള ഒരു ആഴ്ചയാണ്. അതുകൊണ്ട് പരമാവധി സംസാരത്തിൽ നയവും കഴിവും ആവശ്യമാണ്.
ഈ നക്ഷത്രക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. അതായത് സ്വന്തമായിട്ട് ഓരോ വ്യാപാര വിപണനങ്ങളിലും ഡീലർഷിപ്പിലും എക്സ്പോർട്ടിങ്, ഇമ്പോർട്ടിങ്, ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൊക്കെ വിജയിക്കുവാനും അപ്രതീക്ഷിത ധനാഗമന യോഗം ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. എന്നിരുന്നാലും കീഴ് ജീവനക്കാരുടെയും മേലധികാരികളുടെയും ഒക്കെ ഒരു സഹകരണത്തിനായിട്ട് പരമാവധി ശ്രമിക്കണം. അധികമായ അധ്വാനഭാരം ഉള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും അതിനനുസരിച്ചുള്ള വേതനം ലഭിച്ചു എന്ന് വരികയില്ല തൊഴിൽ ചെയ്യുന്നവർക്ക്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കേണ്ട സമയം. പരീക്ഷാകാലമൊക്കെയാണ്. ഉറക്കമൊക്കെ വരികയോ അലസത വന്ന് വിടുകയോ ഒക്കെ ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായിട്ട് അധിക സമയം മാറ്റിവെക്കേണ്ട ഒരു ആഴ്ചയാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉള്ള ആഴ്ചയാണ്. അതുകൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾ പൊതുവെ തൃപ്തികരമായി. ഏതെങ്കിലും തരത്തിലൊക്കെ ഒരു അഭിവൃദ്ധികൾ, ഉയർച്ചകൾ സാമ്പത്തികപരമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടും സ്ഥാനമാനങ്ങൾ സമൂഹത്തിലും ഒക്കെ ലഭിക്കുവാൻ സാമൂഹിക പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നവർക്ക് അനുകൂലം. പൊതുവെ മേൽനോട്ടം നടത്തി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് മറ്റുള്ള സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹകരണങ്ങൾ ലഭിക്കുകയും അത് നല്ല രീതിയിൽ വിജയിപ്പിക്കുവാനായിട്ടും സാധിക്കും. എന്നിരുന്നാലും വിക്രമസ്ഥാനത്ത് അധിക ഗ്രഹങ്ങളുടെ ബന്ധം ഉള്ളതിനാൽ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതും അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങൽ നടത്തുക, കരാറുടമ്പടികൾ ഒപ്പുവയ്ക്കുക, ദീർഘദൂര യാത്ര ചെയ്യുക, അസമയത്തെ യാത്രകൾ, ജലയാത്രകൾ, സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതീവ ജാഗ്രതയും ശ്രദ്ധയും അനിവാര്യമാണ്. കുടുംബത്ത് പൊതുവെ സന്തോഷവും സമാധാനവുമുള്ള ആഴ്ച. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. കുടുംബപരമായ ഏതെങ്കിലും തരത്തിലൊരു വരുമാനം അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അധിക കടബാധ്യതകളൊന്നും സൂചകമല്ല. ഏതെങ്കിലും തരത്തിൽ കടങ്ങളൊക്കെ വീടുന്നതിനുള്ള ഒരു മാർഗം തെളിയുന്ന ഒരു ആഴ്ചയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചെയ്യും. തൊഴിൽപരമായിട്ട് ചില മന്ദതകളൊക്കെ ഉണ്ടാകാം, സ്വയം ഒരു അലസത മൂലം. ഏതെങ്കിലും ഓഫീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായാലും മറ്റ് പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരായും കൃത്യസമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് ഹാജരാകുവാനും ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ അന്നന്ന് ചെയ്തു തീർക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം തൊഴിൽ അലസത മൂലം മേലധികാരികളിൽ നിന്ന് ശകാരം കേൾക്കുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട്. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. രാശിയിലേക്ക് അധിക പാവബന്ധങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. രാശി ശുദ്ധമാണ്. 6ാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അത് ചില കാര്യങ്ങൾക്കെങ്കിലും നല്ലതാണ്. അതായത് ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുക, ദീർഘനാളുകളായിട്ട് ഏതെങ്കിലും തരത്തിൽ ചികിത്സകളൊക്കെ ചെയ്യുന്നവർക്ക് ചികിത്സകൾ ഫലിക്കുക, അല്ലെങ്കിൽ നല്ല ഒരു ഡോക്ടറെ കണ്ടെത്തുവാൻ സാധിക്കുക, അവരെ നിർദ്ദേശിക്കുന്ന മെഡിസിൻ രോഗത്തിന് അനുകൂലമാകുക, രോഗം കുറയുക. അതുപോലെ തന്നെ വളരെ നാളുകളായിട്ട് ശ്രമിച്ചിട്ടും കടങ്ങളൊക്കെ ഒതുങ്ങാതെ ഇരിക്കുന്നവർക്ക് കടങ്ങൾ മൊത്തത്തിൽ വീടുന്നതിന് ഒരു മാർഗം തെളിയുക, പല രീതിയിലും ഉള്ള പ്രവർത്തന രംഗത്തെ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുക, ദീർഘനാളുകളായിട്ട് കടം കൊടുത്തിട്ട് കിട്ടാക്കടമായിട്ട് കിടക്കുന്ന രൂപ, പണം അവർ തന്നെ ഒരു പക്ഷേ വിളിച്ചു തരുന്നതിനോ അല്ലെങ്കിൽ മേലധികാരികളുടെയോ മറ്റ് ആരുടെയെങ്കിലും ഒക്കെ ഇടപെടൽ മൂലമെങ്കിലും ലഭിക്കുന്നതിനും ഒക്കെ സൂചനയുണ്ട്. പണം കടം കൊടുത്തത് കിട്ടും. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ദേഷ്യം ഒഴിവാക്കേണ്ടതാണ്. വാക്കുകളൊക്കെ പ്രയോഗിക്കുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളോ സമൂഹത്തിലെ നല്ല ആൾക്കാരുമൊക്കെ അകൽച്ച, വിരോധം വരുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക. ഒരു ധൈര്യക്കുറവ് പൊതുവെ അനുഭവപ്പെടാം. അത് വേണ്ട രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുക. കുടുംബത്തും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് അനുകൂലമായ
ഒരു നല്ല ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ആഴ്ച. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേർന്ന് അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗം ഉണ്ടാകുന്നതിനും ആഗ്രഹങ്ങൾ സാധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ആഴ്ചയാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. എന്നിരുന്നാലും ഓരോ കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ്. അതായത് രാശിയിൽ അധിക ഭാവബന്ധങ്ങളൊക്കെ ഈ ആഴ്ച ഉണ്ട്. 5 ഗ്രഹങ്ങളാണ് ഈ ആഴ്ച കുംഭം രാശിയിൽ പ്രവേശിച്ച് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് പലവിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, മനസ്സ് നെഗറ്റീവായി പോവുക, പണം കൊടുക്കുന്ന സ്ഥലത്തായാലും വാങ്ങുന്ന സ്ഥലത്തായാലും കുടുംബത്തായാലും തൊഴിൽ രംഗത്തായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ വാക്ക് പറയുമ്പോഴും ഒക്കെ അതുമൂലം അല്ലെങ്കിൽ മുൻപ് ഇടപെട്ട ഏതെങ്കിലും കാര്യങ്ങളുടെ ബാക്കിയായിട്ടൊക്കെ വളരെ മാനസിക സംഘർഷങ്ങളും സാമ്പത്തിക അധിക ചെലവുകളും നഷ്ടങ്ങളും ഒക്കെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുവാനൊക്കെ സൂചനയുണ്ട്. മനസ്സ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക വളരെ നന്നായി വരും. അതുപോലെ തന്നെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അലസത വെടിയുക. 7ാം ശനി തീർന്നിട്ടില്ല, അതുകൊണ്ട് അലസത വെടിയുക. പണം കടം കൊടുക്കുന്നതും കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ദമ്പതികളായിട്ടുള്ളവർ യാതൊരു കാരണവശാലും അന്യരുടെ വാക്ക് കേട്ടോ ബന്ധുക്കളുടെ വാക്ക് കേട്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. ദാമ്പത്യ ജീവിതത്തിൽ പല വിധത്തിലും ഒരു കാരണവുമില്ലാതെ കലുഷിതമാകുവാൻ സൂചനയുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയം വന്നു ചേരും. സമൂഹത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങൾ വന്നു ചേരുന്നതിനും അംഗീകാരങ്ങൾ വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. അത് രാഷ്ട്രീയ രംഗത്തായാലും സാമൂഹിക സന്നദ്ധ സംഘടനകളിലോ മത സംഘടനകളിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട്. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും സഹായിക്കും. വാഹന സംബന്ധമായിട്ടും പൊതുവെ അനുകൂലമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. സാമ്പത്തികമായ ഒരു നേട്ടം ഉണ്ടാകുന്നതിനും സൂചനയുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും പൊതുവെ നല്ല ഒരു ആഴ്ച. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ജന്മത്തിൽ ശനി സഞ്ചരിക്കുന്നു. 7ാം ശനി അത് വളരെ അത്ര നല്ല ഒരു അനുകൂലമായ സമയമല്ല. എന്നിരുന്നാലും പൊതുവെ കുടുംബത്ത് ദൈവാനുകൂല്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പൊതുവെ കുടുംബത്ത് സന്തോഷവും സമാധാനവും വന്നു ചേരുകയും തൊഴിൽ രംഗത്തായാലും അത് സമാധാനത്തോടുകൂടി തൊഴിൽ ചെയ്യുവാനും ഒക്കെ ദൈവാധീനത്താൽ സാധിക്കുന്ന ഒരു ആഴ്ചയാണ്. എന്നാൽ വിദേശത്തായിരിക്കുന്നവർക്ക് അത്ര സുഗമമല്ല. മനസ്സിന് ക്ലേശങ്ങൾ ഉണ്ടാകുക, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുക, കൊടുത്ത പണം കിട്ടാതെ വരിക, വാങ്ങിയ പണം തിരിച്ചു കൊടുക്കുവാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരായാലും മറ്റ് വ്യാപാര വിപണനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവരുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളിലൊക്കെ നിരീക്ഷിച്ച് മനസ്സിലാക്കി വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ വിജയങ്ങൾ വന്നു ചേരുവാനും സാധിക്കും. സാമ്പത്തികമായ ചില അഭിവൃദ്ധികൾ വന്നു ചേരുവാനും യോഗം. ഏറ്റവും പ്രധാനമായിട്ട് ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമാണ് എല്ലാ നക്ഷത്രക്കാരും. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ ദർശനം നടത്തി യഥാശക്തി അനുസരിച്ച് ദ്രവ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുകൂലമാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവമ്പടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് എന്തുമാകട്ടെ വിഷയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, പേരും നക്ഷത്രവും കൂടെ. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്.
അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ, തൊഴിൽ തടസ്സങ്ങളായാലും വിവാഹ തടസ്സമായാലും ആരോഗ്യ പ്രശ്നമായാലും ഏത് കാര്യവുമാകട്ടെ, നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ഓൺലൈനായിട്ടൊക്കെ നോക്കുന്നതിനും ഗ്രഹനില നോക്കുന്നതിനും പ്രശ്നം നോക്കുന്നതിനുമൊക്കെ അതിന് പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.